മൊബൈലിന്റെ ഹോം ബട്ടണിലെ ചില രഹസ്യ ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പല ആളുകൾക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ മൊബൈലിലും ഈ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ സാധാരണ പോലെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കണ്ടു, ഇതെന്താണെന്ന് നമുക്ക് അറിയണം. അത് നമുക്ക് ഹോം ബട്ടണിലൂടെ അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനെ റൗണ്ട് ചെയ്യാണ്. സർക്കിൾ ടു സെർച്ച് എന്ന് പറയും. ഇപ്പോൾ ഞാൻ സർക്കിൾ ചെയ്തു. ഇവിടെ സെർച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊഡക്റ്റ് എന്താണ്, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഹോം ബട്ടണിൽ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ബാക്ക് വരികയാണ്. പക്ഷേ ഇവിടെ എഴുതിയത് കണ്ടോ നിങ്ങൾ, ഇവിടെ കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. ഇത് നമ്മുടെ ലാംഗ്വേജിലേക്ക് മാറ്റണം. അതിനായിട്ട് ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു ഐക്കൺ ലാസ്റ്റിൽ, ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത ഉടനെ തന്നെ കണ്ടോ കംപ്ലീറ്റ് ഇവിടെ മലയാളമായിട്ട് മാറി. ഇനി നിങ്ങളുടെ ലാംഗ്വേജ് മലയാളമല്ല എങ്കിൽ നിങ്ങൾക്കത് മാറ്റാം. ഇവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതിയിട്ട് ഒരു ഏരോ മാർക്കും മലയാളം എന്ന് കാണുന്നില്ലേ, അവിടെ ടച്ച് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഭാഷ ഏതുമാകട്ടെ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് എന്തും നിങ്ങളുടെ ഭാഷയിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സൗകര്യം കൂടി നമ്മുടെ ഈ ഒരു ഹോം ബട്ടണിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സംഭവം ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി ഞാനിപ്പോൾ ഇതിൽ നിന്നും ബാക്ക് വരികയാണ്. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിൽ നിന്നും ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഒന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു സോങ് സെർച്ച് ചെയ്യണം. ഇവിടെ ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് സോങ് വേണ്ടത് ജസ്റ്റ് 2 വരി ഒന്ന് മൂളി കൊടുക്കുക. ഞാനൊന്ന് പാട്ട് മൂളി കൊടുക്കുകയാണ്. നമുക്ക് നോക്കാമല്ലോ ഈ പാട്ട് വരുമെന്ന്. കണ്ടോ, സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു പാട്ട് നമ്മുടെ മുന്നിലെത്തി. ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പാട്ടിനെ 2 വരി ഒന്ന് മൂളിക്കൊടുത്താൽ മാത്രം മതി. ഹോം ബട്ടണിലൂടെ നിങ്ങൾക്ക് ഏത് പാട്ടും സെക്കൻഡുകൾ കൊണ്ട് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഹോം ബട്ടണിൽ ഉണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെയുള്ള ടെക്സ്റ്റുകളൊന്നും തന്നെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇവിടെ നമ്മൾ ലോങ് പ്രസ് ചെയ്താലൊന്നും ഇത് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഏത് ടെക്സ്റ്റും നമുക്ക് ഹോം ബട്ടണിലൂടെ കോപ്പി ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഏതാണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒരു വര വരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാണ് എനിക്ക് കോപ്പി ചെയ്യേണ്ടത്. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ കോപ്പി എന്നൊരു ഓപ്ഷൻ വന്നു. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആകും. കണ്ടോ, കോപ്പി ആയിട്ടുണ്ട്. ഇനി ആർക്കാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്തു. ഇവിടെ ലോങ് പ്രസ് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. കണ്ടോ, സെറ്റിങ്സിലുള്ള ആ ഒരു ടെക്സ്റ്റാണ് ഞാനിപ്പോൾ കോപ്പി ചെയ്തത്. അപ്പോൾ കോപ്പി ചെയ്യാൻ പറ്റാത്ത ഏത് ടെക്സ്റ്റും ഹോം ബട്ടണിലൂടെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഹോം ബട്ടണിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിലും സപ്പോർട്ട് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.